തൊഴിലാളികളുടെ പ്രതിഷേധം 4 ഡ്യൂട്ടി 3:30 3:30 ഇപ്പോൾ 3 വടകരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് KSRTC 2 പുതിയ ബസ്സുകൾ വടകരയ്ക്ക് അനുവദിച്ചു. നേരത്തെ നിലവിലുള്ള സർവീസാണിതെങ്കിലും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. ഇതിനു പകരമായാണ് 2 പുതിയ ബസ്സുകൾ അനുവദിച്ചത്. താഴെ അങ്ങാടിയിലെ KSRTC ഡിപ്പോയിൽ KK രമ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ടെലിവിഷൻ, വൈഫൈ, ഗൂഗിൾ പേ ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളുള്ള ബസ്സാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. രാവിലെ 10:15 വടകരയിൽ നിന്നും പുറപ്പെട്ട രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അതിനിടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നിന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ വിട്ടുനിന്നു. ഡ്യൂട്ടി ടൈം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം പ്രതിഷേധം അറിയിച്ചത്. തൊഴിലാളികളുടെ പ്രതിഷേധം 4 ഡ്യൂട്ടി 3:30 3:30 ഇപ്പോൾ 3 തൊഴിലാളികളുടെ നടുവടിക്കും തൊഴിലാളി വഞ്ചക പിണറായി തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കും സർക്കാരെ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അവകാശത്തിൽ വന്നവരെ അധികാരത്തിൽ വന്നവരെ തൊഴിലാളികളെ ദ്രോഹിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? ജയ് ജയ് BMS. നമ്മുടെ KSRTC വടകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പുതിയ നേരത്തെ ഉണ്ടായിരുന്ന റൂട്ടാണ്. 2 പുതിയ ബസ്സുകൾ വടകരയ്ക്ക് അനുവദിച്ചിരിക്കുകയാണ്. രാവിലെ 10:15 എടുത്ത് രാത്രി തിരുവനന്തപുരത്ത് എത്തുന്ന റൂട്ടാണ്. ഈ ബസ് വളരെ പഴയതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുതിയ ബസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം 2 പുതിയ ബസ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇന്നിപ്പം നടന്നത്. അപ്പം നല്ല ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ KSRTC ബസ് വന്നിരിക്കുന്നത്. അതിൽ വൈഫൈ സൗകര്യമുണ്ട്, GPay സൗകര്യമുണ്ട്, പിന്നെ ഇതിനകത്ത് TV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് KSRTC ഇതിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് KSRTC കുറച്ചുകൂടി ലാഭകരമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പുതിയ ബസ്സുകൾക്ക് വടകരയ്ക്ക് വേണ്ടി പുതിയ ബസ്സുകൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരേക്ക് പോകുന്ന വണ്ടി ഒരു ഏറ്റവും നല്ല AC സ്ലീപ്പർ ബസ് വേണമെന്നുള്ളതും കൂടി മന്ത്രിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ ധാരാളം ആളുകൾ ഇവിടുന്ന് പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ പുതിയ ബസ്സുകൾ അനുവദിക്കണം എന്ന് മന്ത്രിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പം സന്തോഷകരമായ ഒരു സാഹചര്യമാണ് വടകരയ്ക്ക് ഉള്ളത്. ഇന്നത്തെ ഈ ഫ്ലാഗ് ഓഫിൽ ഈ സന്തോഷത്തോടൊപ്പം ചെറിയൊരു പ്രയാസം കൂടി നേരിടേണ്ടി വന്നു. ഇവിടുത്തെ തൊഴിലാളി സംഘടനയുടെ ആളുകൾ മുഴുവൻ ഒരു പ്രതിഷേധത്തിലാണ്. അവരുടെ ഡ്യൂട്ടി ടൈം വെട്ടിക്കുറച്ച ഒരു പ്രശ്നമുണ്ട്. നേരത്തെ 4 ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അത് 3:30 മാറ്റി, വീണ്ടും 3 മാറ്റിയതിൻ്റെ ഒരു പ്രതിഷേധം ഇവിടുത്തെ ജീവനക്കാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫ്ലാഗ് ഓഫ് പരിപാടിയിൽ നിന്ന് അവരും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ വിഷയങ്ങൾ കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി കൂടി തയ്യാറാകണം, അവരോട് പരിശോധിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും സന്തോഷകരമായ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഡ്യൂട്ടി വെട്ടിക്കുറച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്ന് BMS നേതാക്കൾ പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നടപടിയാണ് ഇതെന്നും BMS കുറ്റപ്പെടുത്തി. വടകര MLA വടകര ഡിപ്പോയിലുള്ള തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് പകരമായി ഒരു സൂപ്പർ പ്രീമിയം ബസ് ഉദ്ഘാടനം ചെയ്തിരിക്കുക. ഡ്യൂട്ടി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഈ തീരുമാനം BMS അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. BMS ഇന്നത്തെ ഈ പരിപാടി ബഹിഷ്കരിച്ചത് കാരണം വടകരയിൽ നിന്ന് പുറപ്പെടുന്ന KSRTC ബസ്, സൂപ്പർ ക്ലാസ് ബസ് വടകര 10:15 പുറപ്പെട്ട് തിരുവനന്തപുരം എത്തുന്നത് അത് രാത്രി 10:30 മണിക്കാണ്. അന്ന് കോവിഡിന് മുമ്പേ 4 ഡ്യൂട്ടിയും വീക്കിലി ഓഫും കിട്ടിയിരുന്ന ആ ഒരു സർവീസ് അന്ന് 36 സ്റ്റേജും 27 റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ആ ഡ്യൂട്ടി കോവിഡിന് ശേഷം ഇങ്ങോട്ട് 3:30 ഡ്യൂട്ടി വീക്കിലി ഓഫാക്കി കുറച്ചു. ഇപ്പോൾ സൂപ്പർ ക്ലാസ് ബസ്, പുതിയ ബസ് സൂപ്പർ പ്രീമിയം എന്ന ഓമന പേരിട്ടുകൊണ്ട് അതിൻ്റെ ഡ്യൂട്ടി 3 ഡ്യൂട്ടിയാക്കി വെട്ടിക്കുറച്ചിരിക്കുക. എന്നാൽ അതിൻ്റെ ഷെഡ്യൂൾ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് റണ്ണിങ് ടൈം കുറച്ചുകൊണ്ട്, എന്നാൽ സ്റ്റേജ് അതേപടി നിലനിർത്തിക്കൊണ്ട്
റിക്വസ്റ്റ് സ്റ്റോപ്പ് അതേപടി നിലനിർത്തിക്കൊണ്ട് 3 ഡ്യൂട്ടിയാക്കി കുറച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് തികച്ചും അന്യായമാണ്, തൊഴിലാളി വിരുദ്ധമാണ്. അത് 4 ഡ്യൂട്ടിയും വീക്കിലി ഓഫും തന്നെ നൽകണോ എന്ന് പറഞ്ഞുകൊണ്ട് BMS സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട്, തൊഴിലാളികളുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തില് PR വർക്ക് നടത്തിക്കൊണ്ട്, തൊഴിലാളികളെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട്, തൊഴിലാളികളുടെ ഡ്യൂട്ടി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെയും മാനേജ്മെന്റിന്റെയും നിലപാട് അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിനും തൊഴിലാളികൾക്കും നൽകുന്നത്. അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ധിയില്ലാത്ത സമരത്തിന് വേണ്ടി BMS തയ്യാറിരിക്കുക. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.